ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടിരുന്നുകൊണ്ട് നിങ്ങളോട് വളരെയധികം അസൂയപ്പെടുന്നുണ്ടായിരിക്കും. അവർ ഒരു സുഹൃത്തിനെ പോലെ ആക്ട് ചെയ്യുകയായിരിക്കും. അവർ നിങ്ങളോട് ശരിക്കും വളരെയധികം എൻവിയുള്ള ആളുകളായിരിക്കും. സോ ഹൂ ഈസ് പ്രിറ്റൻഡ് ടു ബി യുവർ ഫ്രണ്ട് ബട്ട് സീക്രറ്റ്ലി എൻവീസ് യു? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് ഏറ്റവും നല്ല ഒരു ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല ഒരു റീഡിംഗ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ട് തരാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള റീഡിങ്സ് ഏറ്റവും നല്ല ഒരു റീഡിംഗ് ആയി മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹൂ ഈസ് പ്രിറ്റൻഡ് ടു ബി യുവർ ഫ്രണ്ട് ബട്ട് സീക്രറ്റ്ലി എൻവീസ് യു? ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ആരാണ് അവരുടെ സുഹൃത്തായി നിന്നുകൊണ്ട് അവരോട് അസൂയപ്പെടുന്നത്? ആരാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ സുഹൃത്തായി നിന്നുകൊണ്ട് അവരോട് അസൂയപ്പെടുന്നത്? പ്ലീസ് ഗൈഡ് മീ ത്രൂ ദിസ് ടാരോ. സോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില എഫേർട്ടുകൾ എടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് കാം ഡൗൺ ആയതിനു ശേഷം ഏറ്റവും നല്ല ഒരു റീഡിംഗ്, നിങ്ങൾക്ക് ഏറ്റവും റെസണേറ്റ് ആവുന്ന ഒരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആവുക. ആൻഡ് നമുക്കിവിടെ കാർഡ്സ് എടുത്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഞാൻ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തില്ല. എന്താണോ എനിക്ക് തരുന്ന മെസ്സേജ്, യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്, അത് മാത്രമായിരിക്കും ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുക. സോ ഞാനൊരു സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് കാർഡ്, ആരാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നുകൊണ്ട് പക്ഷേ നിങ്ങളോട് വളരെയധികം അസൂയയുള്ളത്? ഓക്കെ, കാർഡ് നമ്പർ 1, നിങ്ങളോട് അവരെങ്ങനെയായിരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ പ്രോപ്പറായിട്ട് നമുക്ക് ഈ കാർഡ് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാണ്. അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും അവർക്ക് ശരിക്കും എന്താണ് മനസ്സിൽ തോന്നുന്നത്? സോ ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഈ ഒരു അസൂയ ഉണ്ടാവുന്നതിൻ്റെ കാരണം? ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്താണ്? ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഇഫ് നിങ്ങൾ അവിടെ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഔട്ട്കം, അല്ലെങ്കിൽ എന്താണ് ഫൈനൽ മെസ്സേജ്? ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും അഫെക്ഷനും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി ഒരു പുതിയ ഫ്രണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു പുതിയ ഫ്രണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ അടുത്ത കാലമായിട്ട് ഉണ്ടായിരുന്നൊരു ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ വളരെ കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നിട്ട് പുതിയൊരു കോണ്ടാക്റ്റ് വന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഫാമിലി ആവാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. ആ ഒരു വ്യക്തി എപ്പോഴും വളരെയധികം കെയറിങ് ആയിട്ട്, വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷണലി വളരെയധികം ഓപ്പൺ ആണെന്ന് നമുക്ക് തോന്നും. കാരണം അവരുടെ സംസാരത്തിലും ആ ഒരു രീതിയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും ഇമോഷണൽ ജലസിയാണുള്ളത്. അതായത് നിങ്ങളുടെ ചില കാര്യങ്ങൾ കണ്ടിട്ട് അവർക്ക് നല്ലതുപോലെ അസൂയ തോന്നുന്നുണ്ട്. അവരെ നമുക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് അവർ വളരെ ലവിങ് ആണ്, അതുപോലെ അവരുടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണെന്നൊക്കെ നമുക്കൊരു പക്ഷേ തോന്നുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ നിങ്ങളോട് വളരെയധികം അസൂയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു ഫാമിലി മെമ്പർ വരുന്ന സമയത്തൊക്കെ അവർക്ക് ഡീപ്പ് ഡൗൺ ഇങ്ങനെയൊരു ക്യാരക്ടർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ചില പ്രത്യേകതകൾ
അവർക്ക് അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവരെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്? അവർ നിങ്ങളോട് പെരുമാറുന്നത് ശരിക്കും നിങ്ങൾ എങ്ങനെയാണോ അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ചില ഐഡിയാസ്, നിങ്ങളുടെ സ്റ്റൈൽസ്, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു. ഈവൻ നിങ്ങൾ എഴുതുന്നത് പോലും അതേ രീതിയിൽ എഴുതുന്നത് കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു വ്യക്തികൾ. നിങ്ങളുടെ അതേ സ്റ്റൈല്, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ മൊത്തത്തിൽ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഈ ഒരു വ്യക്തി ലൈക്ക് ഒരു സോൾമേറ്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫ്രണ്ടിനെ പോലെ, നമുക്ക് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫ്രണ്ടിനെ പോലെ, നമ്മളെ വളരെയധികം അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുമെങ്കിലും അവിടെ ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പം ഈ ഒരു റിലേഷൻ വളരെയധികം നല്ലൊരു റിലേഷൻ ആണെന്ന് തോന്നും. പക്ഷെ അതിന് ഇടയ്ക്ക് നല്ലതുപോലെ ജലസി ഉണ്ട്. നമുക്ക് വളരെ വിശ്വസിക്കാവുന്ന ഒരു ആളെ പോലെ ഇവർ പെരുമാറുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ആക്ച്വലി അവരുടെ ഉള്ളിൽ ഈ പറയുന്നത് പോലെയുള്ള അസൂയയായിരിക്കും. ആക്ച്വലി അവർ എപ്പോഴും അവരെ വെച്ച്, നിങ്ങളെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. എപ്പോഴും നിങ്ങളെ കോപ്പി ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ആ ഒരു വ്യക്തി ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളെക്കാളും കൂടുതൽ ഷൈൻ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രഭയിൽ നിൽക്കാതെ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരോട് വരുമ്പം നിങ്ങളെ ആളുകൾ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നെങ്കിലും അവർക്കുള്ളിൽ തോന്നുന്നത് അവരെ ആളുകൾ പുകഴ്ത്തി പറയണം എന്നുള്ളതാണ്. അവർ നിങ്ങളെപ്പോലെ ആവാൻ വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ചില സ്കിൽസ്, നിങ്ങളുടെ ചില വിജയങ്ങൾ, ഇതൊക്കെ തന്നെ അവരുടേതായിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ പുകഴ്ത്താൻ പല വാക്കുകൾ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ശരിക്കും അവർ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പല പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടായിരിക്കും അവർക്കും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അവർ എനിവേ നിങ്ങളെപ്പോലെ ആവാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കാളും ഒരുപടി മുന്നിൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇങ്ങനെ ഈ അസൂയ കാണിക്കുന്നത്? കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് പാഷൻ നിങ്ങളുടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആ കരിയർ റൂട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു കാരണം മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവർക്ക് ചില അസൂയുണ്ട്, അതിൽ നിങ്ങളെ കോപ്പി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. അതാണ് അവർക്ക് അസൂയ ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഒന്നും പേടിക്കാതെ, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും ലൈഫിൽ എപ്പോഴും. ഓക്കെ, നിങ്ങൾ ശരിക്കും അവർക്ക് കോപ്പി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അവർക്ക് റെസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ച് ആലോചിച്ച്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും നിങ്ങളെപ്പോലെ ആവാനുള്ള ഒരു ടെൻഡൻസിയാണ്. അത് നിങ്ങളുടെ ഈ ഉയർച്ചയും, നിങ്ങളുടെ ഈ മുന്നോട്ട് പോകുന്ന കരിയറിൽ മുന്നോട്ട് പോകുന്ന, നിങ്ങളുടെ ഈ പാഷൻ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു എനർജി ഒന്നും അവർക്ക് കണ്ടിട്ടങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ ഈ ധൈര്യം, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, മെൻ്റലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഇതിലൊക്കെയാണ് അവർ അസൂയപ്പെടുന്നത്. സോ എങ്ങനെയാണ് അവരുടെ ഈ ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്? സോ അവരുടെ എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു ടെൻഷൻ്റെ രീതിയിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം തകർക്കുന്ന രീതിയിലൊന്നും ബാധിക്കപ്പെടാൻ പറ്റില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കാമായിരിക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ പോലും ഇമോഷണൽ കൺട്രോൾ ചെയ്ത് പോകണം എന്നുള്ള കാര്യം പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പലതിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി ഉള്ള വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നെഗറ്റിവിറ്റിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളിൽ ഒരു ടെൻഷൻ അവർ ഉണ്ടാക്കുന്നുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടുമായിരിക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടാകും. നിങ്ങളുടെ മനസമാധാനം കളയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും. ചെറിയൊരു
സമയത്തേക്കെങ്കിലും ചെറിയ ടെൻഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിൽ ശ്രമിക്കാറുണ്ട് അവർ. ഈവൻ ചെറിയ നിസ്സാരമായ ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങളാണെങ്കിലും അവർ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുക, നിങ്ങളെ ടെൻസ്ഡ് ആക്കുക എന്നുള്ളൊരു മോട്ടീവ് അവർക്കുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. സോ നിങ്ങളിവിടെ തിരിച്ച് അവരോട് ഫൈറ്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ വെറുതെ ട്രിഗർ ചെയ്യുന്നതാണെന്ന് മനസ്സിലായാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഇന്നർ ബാലൻസ് കൊടുക്കുക, ഇന്നർ പീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം? സോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. സോ നിങ്ങൾ അവരുമായിട്ട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വെക്കുക. ഓക്കെ, അവരെ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ എനർജീസ് ഡ്രെയിൻ ചെയ്യാൻ വരികയാണെങ്കിൽ, ഈ സ്നേഹത്തിൻ്റെ പേര് ഭാവിച്ചാണെങ്കിൽ പോലും, ഓക്കെ, റിലേഷൻഷിപ്പിലുള്ള ആളാകാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, മേ ബി ഒരു നിങ്ങളുമായിട്ട് റിലേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നമ്മളെ സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വെക്കണം. ഓക്കെ, ആ ഒരു വ്യക്തിയായിട്ട് വഴക്കിനൊന്നും പോകരുത്. നിങ്ങളൊരു എനർജറ്റിക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. അവർ പറയുന്നതെല്ലാം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മെൻറ്റൽ കോണ്ടാക്റ്റ് വെക്കാതിരിക്കുക എന്നുള്ളത് മാത്രം മതി. നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയും. സോ ആ ഒരു രീതിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ക്ലാരിറ്റിയുടെ പുറകെയൊന്നും പോകണ്ട. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയിൽ നിന്നും മാനസികമായിട്ടുള്ള അകലം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അതാണ്. ഇനി എന്തായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഔട്ട്കം? സോ നിങ്ങൾ ഒരു ഇമോഷണൽ വിസ്ഡം ആ ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്ക് മാനസികമായിട്ട് മറ്റൊരു തലത്തിലെത്താൻ പറ്റും. അതായത് നിങ്ങളെ അധികം ആരും ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെയധികം പ്യുവർ ആവും. ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് വെക്കുക. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കരുണ, ഇൻറ്റ്യൂഷൻ, അതൊക്കെ നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ വൈബ്രേഷന് മാച്ചായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതാണ് നിങ്ങൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ ബൗണ്ടറീസ് ഒക്കെ വളരെ സ്ട്രോങ് ആവും. എല്ലാവർക്കും നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് എ ക്യൂൻ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ കിട്ടാൻ പോകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ യൂണിവേഴ്സ് പറഞ്ഞു തരികയാണ്. അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചില സ്ഥലങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില വ്യക്തികളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് എപ്പോഴും ഓർക്കുക, നിങ്ങൾക്കുള്ള ഒന്നും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വെക്കാൻ ചിലപ്പം കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ അവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് തടുക്കാനും പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇതെന്ന് മനസ്സിലാക്കുക. സോ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.